മാർക്കറ്റ് ടാർഗറ്റിംഗ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കമ്പനി മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് തീരുമാനിക്കുന്നത് വിച്ച് ഈസ് അവർ ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഏത് മാർക്കറ്റ് സെഗ്മെന്റിനെ, ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റിനെ ഡിഫറെന്റ് സബ് സെഗ്മെന്റുകളാക്കി മാറ്റുമെന്ന് പറഞ്ഞു, അതിലുള്ള ഏത് സെഗ്മെന്റിനെ അല്ലെങ്കിൽ ഏത് നിഷി മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു പർട്ടിക്കുലർ പോർഷൻ നമ്മൾ കവർ ചെയ്യുന്ന പോർഷനെ നിഷി മാർക്കറ്റ് എന്ന് പറയാറില്ല. അപ്പൊ ഏത് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പനി തീരുമാനിക്കും. അപ്പൊ ടാർഗറ്റ് മാർക്കറ്റ് മീൻസ് സെറ്റ് ഓഫ് ബയേഴ്സ് ഷെയറിംഗ് കോമൺ നീഡ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് that the company decides to serve. ഈ ടാർഗറ്റ് മാർക്കറ്റ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ഓഫ് മാർക്കറ്റ്, അവരെ, അത് ചില പ്രത്യേക സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. ഏത് ഗ്രൂപ്പുകാരെയാണോ നമ്മളുടെ കമ്പനി സെർവ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്, അതാണ് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ കുട്ടികളുടെ സോപ്പ് വേണോ, ടീനേജേഴ്സിനുള്ളത് വേണോ, ആയുർവേദിക് സോപ്പ് വേണോ, അങ്ങനെ കുറേ സെഗ്മെന്റുകൾ ഉണ്ടല്ലോ. മോയ്സ്ചറൈസിങ് ഉള്ളത് വേണോ, ഡവ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം മോയ്സ്ചറൈസിങ് സോപ്പാണ് അല്ലേ. അപ്പൊ ഏത് സെഗ്മെന്റിനെ നമ്മൾ സെർവ് ചെയ്യണം എന്ന് കമ്പനി തീരുമാനിക്കും. ആ സെഗ്മെന്റ് ഏതിനെ ലക്ഷ്യമാക്കിയാണോ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും പ്രോഡക്റ്റ് സ്ട്രാറ്റജിയും നമ്മുടെ റിസോഴ്സുകളും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്, ആ സെഗ്മെന്റിനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കുറിച്ച് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ടാർഗറ്റിംഗ് നടത്തേണ്ടത്, അതിന് കുറെ പാറ്റേണുകൾ ഉണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് സെഗ്മെന്റേഷൻ നടത്തിയിട്ടുള്ളത് എങ്കിൽ ആ സെഗ്മെന്റേഷൻ നടത്തിയതിൽ നിന്ന് ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾക്ക് ഡിഫറൻഷിയേറ്റഡ് ടെക്നിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ്, ഏത് വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യമായി ഇവാലുവേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ടാർഗറ്റ്. നമ്മൾ സെഗ്മെന്റുകൾ ആക്കുമ്പോൾ ഏതിനാണ് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളത്, ഏത് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്താലാണ് ഏറ്റവും പൊട്ടൻഷ്യൽ സെഗ്മെന്റ് ആയി നമ്മൾക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. അത് നോക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ്, 5 ഘടകങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. 5 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സെഗ്മെന്റ് സൈസ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സെഗ്മെന്റിന്റെ സൈസ്. പിന്നെ വർത്ത് വൈൽനെസ്, അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വർത്ത്, മൂല്യം. സെഗ്മെന്റ് മെഷറബിലിറ്റി, നമ്മൾക്ക് അതിലെ കൃത്യമായി നമ്മൾ ആക്സസബിലിറ്റി മെഷറബിലിറ്റി ഒക്കെ പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് സെഗ്മെന്റ് അട്രാക്റ്റീവ്നെസ്, ആക്സസബിലിറ്റി, കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസോഴ്സസ്. ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോഴാണ് ഏത് സെഗ്മെന്റ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയാം. അതിനുവേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് റെസ്പോൺസ് ഇലാസ്റ്റിസിറ്റി. റെസ്പോൺസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് റെസ്പോൺസസ് നമ്മൾ സെയിൽസിനെ വൈ ആക്സിസിൽ അടയാളപ്പെടുത്തുക, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചറിനെ എക്സ് ആക്സിസിലും. അപ്പോൾ എക്സ് ആക്സിസില് മാർക്കറ്റിംഗ് റെസ്പോൺസും അതുപോലെ തന്നെ ഇവിടെ സെയിൽസും. മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ, ഓരോ ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾക്കുണ്ടാകുന്ന റെസ്പോൺസുകൾ എങ്ങനെയാണ്, എന്നിട്ട് അതിലത്തെ ഓരോ ലെവലിലുമുള്ള പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി നമ്മൾ ഗ്രാഫ് വരച്ച് എങ്ങനെയാണ് ഇവരുടെ റെസ്പോൺസ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം പൊട്ടൻഷ്യാലിറ്റി ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ലെവലിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. മാർക്കറ്റിംഗ് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഷോർട്ട് ടേം ബേസിസ് ആയിരിക്കും, ചിലപ്പോൾ ലോങ് ടേം ബേസിസ് ആയിരിക്കും. എങ്ങനെയാണെങ്കിലും ആ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെഗ്മെന്റ് അത് ചിലപ്പോൾ ചെറിയൊരു നിഷി സെഗ്മെന്റ് ആയിരിക്കാം, ചെറിയൊരു ഭാഗമായിരിക്കാം. പക്ഷെ ആ ഭാഗത്താണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ളതെങ്കിൽ നമ്മൾ ആ സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ അത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം.
ദെൻ രണ്ടാമതായി മാർക്കറ്റ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് സെലക്ട് ചെയ്യണം. 3 സ്ട്രാറ്റജീസ് ആണുള്ളത്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അൺഡിഫറൻഷിയേറ്റഡ്, ഡിഫറൻഷിയേറ്റഡ്, കോൺസെൻട്രേറ്റഡ്. അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോള്, ഷുഗർ അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റിന് നമ്മൾ നോർമലി അൺഡിഫറൻഷിയേറ്റഡ് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെ എന്നുള്ള രീതിയിലുള്ള സെഗ്മെന്റേഷൻ. ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഓരോ കാറ്റഗറി കൺസ്യൂമേഴ്സിനും ഓരോ ടൈപ്പ് പ്രോഡക്റ്റ്. നമ്മൾ മാരുതി കാറിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിരുന്നു. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ആൾട്ടോ, ദെൻ അതിന് കുറച്ച് മുകളിലുള്ളവർക്ക് ബലേനോ, അതിന് മുകളിലുള്ളവർക്ക് വേറൊരു ടൈപ്പ്. ഇതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. സിയാസ് എന്നൊക്കെ പറയുന്ന കുറെ കമ്പനി മോഡൽസ് ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സെഗ്മെന്റിനെയും നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നല്ലത് തന്നെയാണ്. കാരണം ഓരോ സെഗ്മെന്റിലും നമ്മൾക്ക് അത്രയും വരുമാനം ഉറപ്പിക്കാൻ കഴിയും. പക്ഷെ അതിനുള്ള റിസോഴ്സുകൾ നമ്മൾ കയ്യിൽ വേണം. കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റഡ് റിസോഴ്സസോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും നല്ലത് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. കാരണം ആ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗിൽ സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് മൊത്തം മാർക്കറ്റിലേക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് സ്പ്രെഡ് ചെയ്യാൻ കഴിയും. ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് മെഡിമിക്സ് എന്ന് പറയുന്ന സോപ്പ്. സൗത്ത് ഇന്ത്യൻ ഏരിയയിൽ ആദ്യം അവർ മാർക്കറ്റുകൾ പിടിച്ചെടുത്തു. അവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയപ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓൾ ഇന്ത്യ ലെവലിൽ അവരുടെ മാർക്കറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ടാർഗറ്റിംഗ് സ്ട്രാറ്റജി അൺഡിഫറൻഷിയേറ്റഡോ ഡിഫറൻഷിയേറ്റഡോ അതല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡോ നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ അതിൽ വരുന്ന ഒരു കാര്യം ചൂസിങ് എ പ്രോഡക്റ്റ് മാർക്കറ്റ് സ്ട്രാറ്റജിയാണ്. നമ്മളുടെ ഉൽപ്പന്നം പ്രോഡക്റ്റ് മാർക്കറ്റ് സ്ട്രാറ്റജി. ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഏറ്റവും നല്ല സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത് പ്രോഡക്റ്റ് വാരിയബിലിറ്റി ആണ്. പ്രോഡക്റ്റ് വാരിയബിലിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അൺഡിഫറൻഷിയേറ്റഡ് ഏറ്റവും നല്ലത് ആർക്കാണ്? പെട്രോള്, ഷുഗർ, സ്റ്റീല് അങ്ങനെയൊക്കെയുള്ള കോമൺ പ്രോഡക്ട്സിന് അൺഡിഫറൻഷിയേറ്റഡ്. പിന്നെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മളെ അഫക്റ്റ് ചെയ്യും. ഇൻട്രോഡക്ടറി സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ്. ദെൻ മെച്യൂരിറ്റിയോ ഡിക്ലൈനോ അല്ലെങ്കിൽ ആ ഗ്രോത്ത് ഏറ്റവും നല്ല സമയത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാം? ഡിഫറൻഷിയേറ്റഡ്. എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ പ്രോഡക്റ്റ് വേരിയബിലിറ്റി മിനിമം ആണോ എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ടാർഗറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി രൂപീകരിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് കോമ്പറ്റേറ്റേഴ്സിന്റെ സ്ട്രാറ്റജി കൂടി കൺസിഡർ ചെയ്യണം. നമ്മളുടെ സിമിലർ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കോമ്പറ്റേറ്റർ കമ്പനികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്? അതിനേക്കാൾ ഒന്നുകൂടി ബെനഫിഷ്യൽ ആയ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താലേ നമ്മൾക്ക് അവരിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്താൻ കഴിയുള്ളൂ. മാർക്കറ്റിൽ എത്രത്തോളം കാലം നിലനിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കണം എന്നായിരിക്കും ഓരോ കമ്പനികളുടെയും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ഗോൾ എന്ന് പറയുന്നത് ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി. അത് എങ്ങനെയുള്ള പ്രോഫിറ്റബിലിറ്റി ആയിരിക്കണം? ഒരു സ്റ്റഡി ലെവലിൽ പോകണം. അല്ലാതെ കുറച്ചു കാലം ലാഭം, കുറേ കാലം നഷ്ടം, പിന്നെ കുറച്ചു കാലം ലാഭം, അങ്ങനെയൊന്നും ആയിട്ട് നമുക്ക് ഗ്രോത്തിലൊന്നും നമ്മുടെ ബിസിനസ്സിൽ ഒരു സ്കോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിലേക്ക് വേണ്ട സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുമ്പോഴും ഏത് നിഷി സെഗ്മെന്റിനെ നമ്മൾ ടാർഗറ്റ് ആക്കണമെന്ന് തീരുമാനിക്കുമ്പോഴും നമ്മളുടെ മാർക്കറ്റിംഗ് റിസോഴ്സുകളും നമ്മളുടെ ആക്സസബിലിറ്റിയും അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിന്റെ സ്ട്രാറ്റജിയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. മാർക്കറ്റേഴ്സ് ശ്രദ്ധിച്ചു വേണം സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാൻ. ദെൻ ലാസ്റ്റ് ടോപ്പിക് പൊസിഷനിങ് ആൻഡ് റീപൊസിഷനിങ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് പൊസിഷനിങ് ആണ് പറയുന്നത്. പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട്ലറുടെ അഭിപ്രായത്തിൽ നമുക്കറിയാം ഫിലിപ്പ് കോട്ട്ലർ മാർക്കറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഡെഫിനിഷൻസും എക്സ്പ്ലനേഷനും നൽകുന്ന ആളാണ് ഫിലിപ്പ് കോട്ട്ലർ. അപ്പോൾ കോട്ട്ലറുടെ അഭിപ്രായത്തിൽ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ വേ ദ പ്രോഡക്റ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഓൺ important attributes, the place the product occupies in consumers' mind relative to competitive product. അതായത് കോട്ട്ലർ പറയുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്
കൺസ്യൂമേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ സ്ഥലം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ മൈൻഡിൽ എത്രമാത്രം പൊസിഷനാണ് ആ പ്രോഡക്റ്റ് നേടിയിട്ടുള്ളത് ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്പ്, മെഡിമിക്സ് ഉണ്ട്, ഡവ് ഉണ്ട്, ചന്ദ്രിക ഉണ്ട്, ലെക്സ് ഉണ്ട്, കുറേ ബ്യൂട്ടി സോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചില ആളുകൾക്ക് ചന്ദ്രിക സോപ്പായിരിക്കും ഇഷ്ടം. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ലെവൽ ഉണ്ടായിരിക്കും, ആ പ്രോഡക്റ്റിനെ കുറിച്ചൊരു തിങ്കിങ് ലെവൽ ഉണ്ടാവും. ആ പ്രോഡക്റ്റ് നല്ലതാണ്, അത് നമ്മളുടെ ആരോഗ്യത്തിന് ദോഷമില്ലാത്തതാണ്. അപ്പോൾ മറ്റ് പ്രോഡക്റ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വിചാരം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ ഈ പ്രോഡക്റ്റിനുള്ള ഒരു സ്ഥാനം, അതിനെയാണ് പ്രോഡക്റ്റ് പൊസിഷൻ. ആ സ്ഥാനം നേടിയെടുക്കണം നമ്മൾ. അങ്ങനെ അവരുടെ മനസ്സിൽ ആ പ്രോഡക്റ്റിനെ ഉറപ്പിക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പമല്ല. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് ആ പ്രോഡക്റ്റ് ബയേഴ്സ് വാങ്ങി ഉപയോഗിച്ച് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് നമ്മുടെ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ പ്രോഡക്റ്റിനോട് ഒരു പ്രിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൈസ് ആണെങ്കിലും യൂട്ടിലിറ്റി ആണെങ്കിലും അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിലും അങ്ങനെ കുറേ ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പോൾ കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഗുണങ്ങളെല്ലാം കിട്ടുമ്പോഴേ അവരുടെ മനസ്സിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഒരു പ്രത്യേക സ്ഥാനം നമ്മുടെ പ്രോഡക്റ്റിന് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷനാണ്, കൺസ്യൂമേഴ്സിൻ്റെ പെർസെപ്ഷൻ, ദ വാല്യൂ പെർസീവ്ഡ് ബൈ ദം അബൌട്ട് അവർ പ്രോഡക്റ്റ്, നമ്മുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള അവർ കണക്കാക്കുന്ന മൂല്യം, മറ്റു ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് നമ്മളുടെ പ്രോഡക്റ്റിന് അവരുടെ മനസ്സിലുള്ള സ്ഥാനം, അതൊക്കെയാണ് നമ്മൾ ഏതിലൂടെ അർത്ഥമാക്കുന്നത്, പ്രോഡക്റ്റ് പൊസിഷനിങ്. ആ സ്ഥാനം നേടിയെടുക്കണം. അതേപോലെ തന്നെ ബ്രാൻഡ് പൊസിഷനിങ്ങും ഉണ്ട്. ചില ബ്രാൻഡുകളെ കുറിച്ച് ആളുകൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, ആ പ്രോഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഡവ് സോപ്പ്, അത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, ഒരു വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ മാഗി നൂഡിൽസ് എന്ന് പറയുമ്പോൾ വളരെ വേഗം തയ്യാറാക്കാവുന്ന ഒരു ഫുഡ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ്. അങ്ങനെ കുട്ടികൾക്ക് മാഗി വേണോ, നൂഡിൽസ് എന്നല്ല മാഗി, ആ ഒരു ബ്രാൻഡ് ആ കുട്ടികളുടെ ഉള്ളിൽ അത്രയും നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പം നൂഡിൽസ് എന്നുള്ള കാറ്റഗറി അല്ല, മാഗി വേണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ബ്രാൻഡ് പൊസിഷനിങ്ങും ഉണ്ട്. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഉള്ളിൽ നേടിയെടുക്കുന്ന സ്ഥാനം, ഒരു പ്രോഡക്റ്റോ ബ്രാൻഡോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോഡക്റ്റ് പൊസിഷനിങ് അല്ലെങ്കിൽ ബ്രാൻഡ് പൊസിഷനിങ്. അപ്പോൾ ഒരിക്കൽ ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ റീപൊസിഷനിങ് നടത്താറുണ്ട്. റീപൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കുക എന്ന് പറയില്ലേ, ആ പൊസിഷനിൽ ഒരു വ്യത്യാസം വരുത്താം. അപ്പോൾ ചില സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പൊസിഷനിങ് വീണ്ടും ഒന്ന് പൊസിഷൻ ചെയ്യേണ്ടി വരും, ഒന്ന് മാറ്റി പൊസിഷൻ ചെയ്യേണ്ടി വരും. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഒന്ന്, ഫെയിലർ ഓഫ് കറണ്ട് പൊസിഷനിങ്. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പൊസിഷനിലുള്ള നമ്മൾ നേടിയെടുത്ത ആ പൊസിഷൻ സാറ്റിസ്ഫാക്ടറി അല്ല, അത് ഫെയിലറാണ്. നമ്മൾ നേടിയെടുത്ത ആ സ്ഥാനം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല. അത് 3 മിസ്റ്റേക്കിലൂടെ വരാം, 3 തെറ്റുകളാണ് അവിടെ പറ്റുന്നത്. ഓവർ പൊസിഷനിങ്, അല്ലെങ്കിൽ അണ്ടർ പൊസിഷനിങ്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് പൊസിഷനിങ്. നമ്മൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിലൂടെ നമ്മൾക്ക് ആ പ്രോഡക്റ്റ്, കസ്റ്റമേഴ്സ് ഇതൊക്കെ ആവും നമ്മുടെ നിന്ന് പ്രതീക്ഷിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തു. ചിലപ്പോൾ അവരുടെ പ്രതീക്ഷകളേക്കാൾ കുറവായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതുമല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതൊന്ന് നമ്മൾ കൊടുത്തതൊന്ന്, അങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോഡക്റ്റ് പൊസിഷനിൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റർ എന്ത് ചെയ്യണം, ഇപ്പോൾ ഉള്ള സ്ട്രാറ്റജി ഒന്ന് മാറ്റി പുതിയൊരു സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പ്രോഡക്റ്റിന് പുതിയൊരു സ്ഥാനം കൺസ്യൂമേഴ്സിൻ്റെ ഉള്ളിൽ നേടിയെടുക്കേണ്ടി വരും. അപ്പോൾ എക്സിസ്റ്റിംഗ് പൊസിഷൻ്റെ ഫെയിലിയർ മൂലം റീപൊസിഷനിങ് നടത്തേണ്ടി വരാറുണ്ട്. അതല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ന്യൂ പൊസിഷനിങ്
ഓപ്പർച്യൂണിറ്റി. നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്ഥാനം ഒന്നുകൂടെ ഉയർന്ന ലെവലിലേക്കാക്കി മാറ്റാനുള്ള പുതിയ അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു പുതിയ ന്യൂ ടെക്നോളജി ലഭിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾക്ക് കുറച്ചുകൂടി നല്ലൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ നമ്മൾക്ക് ആ കൺസ്യൂമേഴ്സിൻ്റെ ഉള്ളിലുള്ള പൊസിഷൻ ഒന്നുകൂടെ കൂടുകയാണ്. അവർ നൽകുന്ന പ്രൈസിന് ഇതുവരെ നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ നല്ല പ്രോഡക്റ്റ്, കൂടുതൽ സൗകര്യമുള്ള പ്രോഡക്റ്റ് നമുക്ക് നൽകാൻ കഴിയുന്നു. അപ്പോൾ പുതിയൊരു പൊസിഷൻ കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പീരിയഡ് ഗോസ്, സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്ത് മാറിക്കൊണ്ടിരിക്കും? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് കൺസ്യൂമേഴ്സ് മേ ചേഞ്ച്. കാലം മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് കൺസ്യൂമേഴ്സിനെല്ലാം എക്സ്പെക്റ്റേഷൻസും കൂടും. പുതിയ പുതിയ സൗകര്യങ്ങൾ വരുന്തോറും കൂടുതൽ പുതിയ സൗകര്യങ്ങൾ വേണമെന്നുള്ള എക്സ്പെക്റ്റേഷൻ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അവരുടെ മാറുന്ന പെർസെപ്ഷൻ അനുസരിച്ച് സ്യൂട്ടായ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഉള്ളിൽ വീണ്ടും സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന സ്ഥാനം കിട്ടും. കൺസ്യൂമേഴ്സ് വിചാരിക്കും, ആവൂ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും കമ്പനി അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് പൊസിഷനിങ്ങുമുണ്ട്, റീപൊസിഷനിങ്ങുമുണ്ട്. പലപ്പോഴും നമ്മൾക്ക് റീപൊസിഷനിങ് കാലത്തിൻ്റെ ആവശ്യമായിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരാറുണ്ട്. പ്രോഡക്റ്റിൻ്റെ രൂപത്തിലോ ഭാവത്തിലോ ഗുണത്തിലോ പ്രൈസിലോ ഫീച്ചേഴ്സിലോ ഒക്കെ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യം വരുന്നുണ്ട്. കമ്പനി ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും പലപ്പോഴും കൺസ്യൂമേഴ്സിൻ്റെ വാല്യൂ പ്രിഫറൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായി വരാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിനേക്കാൾ നല്ലൊരു സ്ഥാനം നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഏതൊരു മാർക്കറ്റർക്കും ഉണ്ടാവും. അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടായാലേ നമ്മൾക്ക് ലോയൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവുള്ളൂ, നമ്മൾക്ക് മാക്സിമം സെയിൽസ് ഉണ്ടാവുള്ളൂ, നമ്മളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവായിട്ടുള്ള പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾക്ക് മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മാർക്കറ്റ്സ് ആൻഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ.